കമൽ സാർ. അല്ല, ഫോണിൽ കൂടെ പറഞ്ഞ ക്യാഷിന്റെ കാര്യം ശരിയാക്കിയോ? ഇല്ല അയ്യപ്പ, അച്ഛനോട് സംസാരിച്ച് ഒരുപാട് നാളായി. ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. എന്താ പറഞ്ഞത്? ഒരു എംബോക്കി ഓട്ടോക്കാരനെ കിട്ടിയെന്നാണോ? അവനെ കൂടെ കൊണ്ടുവരുന്ന പറ്റിക്കുകയാണെന്ന് പറഞ്ഞു. അയ്യോ, എന്നെ വിശ്വസിക്ക അയ്യപ്പ, ഞാൻ ആരെയും പറ്റിക്കില്ല. തീർച്ചയായും ഞാൻ കാശ് തരും. ശരി വാ, വണ്ടി എടുക്കും. അതെ, വിളിച്ചാ ഞാൻ വരില്ലെന്ന് കരുതി 2 സെന്റിമെന്റ്സ് അടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് കരുതിയോ? നിന്നെ വിശ്വസിക്കാൻ കഴിയില്ല. എവിടെയാ പോണ്ടേ? CM-നെ കാണാൻ പോകണം. കൺഫേം? കൺഫേം? എന്ത് കൺഫേം? നിനക്കാണെങ്കിൽ ഓട്ടോ ഭ്രാന്ത്. എന്നെ കൂട്ടിക്കൊണ്ട് മിനിസ്റ്ററുടെ വീട്ടിൽ പോകണം, CM-ന്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് നാട് ചുറ്റുവാ. അടുത്തതിന് എവിടെയാ? ഡൽഹിയിൽ പ്രൈം മിനിസ്റ്ററിന്റെ വീട്ടിലോ? അല്ല അയ്യപ്പ, 1 വർഷത്തിന് മുമ്പ് CM ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ മുത്തശ്ശന്റെ കൂടെ സംസാരിച്ച് അവിടുന്ന് കഴിച്ചിട്ടാ പോയത്. ആള് നല്ല കഥ പറച്ചിലുകാരനാണല്ലോ. നിങ്ങൾ പറയുന്ന കഥ കൊണ്ട് 2000 കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കാം. പറയുന്ന കേക്ക് അയ്യപ്പ, CM ഞങ്ങളുടെ വീട്ടിൽ വന്നേ. ഞങ്ങൾ പിന്നോട്ട്. നേതാവേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, സത്യമൂർത്തിയുടെ ക്ലാസ്മേറ്റിന്റെ വീടാ. നല്ല പേര് കേട്ട കുടുംബമാ. നല്ലോണം നമസ്കരിച്ചോണം. ചേട്ടാ നമസ്കാരം. പ്രചരണം അമ്പലത്തിൽ നിന്ന് ആരംഭിക്കാൻ പറയുന്നു. അതാ ഞാൻ വന്നത്. ബിഷപ്പ് ശമിപ്പിക്കുന്നുണ്ട് വലിയ അമ്പലം. വോട്ടിടുമ്പോ മറക്കരുത് കേട്ടോ. ഭക്ഷണം എങ്ങനെയുണ്ട്? നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണവും നിങ്ങളുടെ ചിരിയും ഒരിക്കലും മറക്കാൻ പറ്റില്ല മോനെ. ഞങ്ങളുടെ നേതാവ് സത്യമൂർത്തി സാർ മരിച്ചു. സാർ അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. മൂർത്തി സാറിന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ അനുഗ്രഹിക്കുന്നു. എന്താ മോനെ, ഈ ജനങ്ങൾക്ക് നല്ല സേവനം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കുക. നിന്റെ നല്ല മനസ്സാ. നീയേ ജയിക്കൂ. ഈ ഗ്രാമത്തിലുള്ളവരുടെ സ്നേഹം എപ്പോഴും. വളരെ നന്ദിയുണ്ട്. സാറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ അടുത്തോട്ട് വന്നാൽ മതി. അങ്ങയുടെ മകനാന്ന് കരുതിയാൽ മതി. മോന്റെ അടുത്തൊന്ന് കൊടുത്തു വെച്ചേര്. ഇന്ന് മോനെ വാങ്ങിക്കോ. മുഖം മറക്കുന്നവരാ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നത്. ഈ മുഖമൊക്കെ മറക്കാൻ പറ്റുമോ? നീയും CM ചക്കരയും പോലെയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ വെയിലത്ത് നിന്ന് വാടിക്കരിയുവാണല്ലോ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞാൻ മോനെ നീയാണോ? വാ 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 വാ. വായ്യപ്പ. ഈ മങ്കൂസ് തലമണ്ടി അറിയാവോ നിനക്ക്? എന്തുകൊണ്ട് വിശേഷം ചേട്ടാ? സുഖമാണോ മോനെ? നിന്റെ എല്ലാവർക്കും മുത്തച്ഛൻ എങ്ങനെയുണ്ട്? സുഖം തന്നെ. കമലല്ലേ നിന്റെ പേര്? ഓർമ്മയുണ്ടല്ലോ. വളരെ സന്തോഷം ചേട്ടാ. ചേട്ടാ, നാട്ടിലൊരു ചെറിയ പ്രശ്നം. അച്ഛൻ സാറിനെ കാണാൻ പറഞ്ഞു. ഈ ചേട്ടൻ്റെ അടുത്ത് വന്നില്ലേ? നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാലും അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ് ശരിയാക്കേണ്ടത് എന്റെ ജോലിയാ. നിങ്ങൾ പേടിക്കണ്ട. ചേട്ടാ നമസ്കാരം. ഞാൻ കമൽ സാറിന്റെ ഫ്രണ്ടാ. അതെ ചേട്ടാ, പേര് രജനി. നല്ല സഹായമാ. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ വലിയ ആളൊന്നുമല്ല. ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ ജീവിക്കുന്ന ആളാ. ഓട്ടോ സ്റ്റാൻഡോ? പിന്നെന്താ, കൊതുകുതിരി സ്റ്റാൻഡോ? ചേട്ടാ ഒരുപാട് നിന്ന് ആലോചിക്കാതെ ഉള്ള മുടി കൂടെ പൊഴിഞ്ഞു പോകും. നിന്റെ ഫ്രണ്ട് നല്ല തമാശയാണല്ലോ. വാ വാ ഉള്ളിലേക്ക് വാ. അതെ കമലേ, നിങ്ങളോട് ഓട്ടോ കാശ് ചോദിച്ചാൽ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നും മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യല്ലേ. CM-നോട് ഒന്ന് പറഞ്ഞ് എന്നെ ഓട്ടോ സ്റ്റാൻഡിന്റെ നേതാവാക്കി തരണം. മറക്കരുത്. വരുന്ന കോർപ്പറേഷനിലെ മേയർ പോസ്റ്റ് സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. അതിലേക്ക് മത്സരിക്കാൻ നിന്നെ തെരഞ്ഞെടുത്തു. നിങ്ങൾ ആരെയാ മനസ്സിൽ കണ്ടുവച്ചതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സൗകര്യത്തെക്കാളും പാർട്ടിയുടെ വരുംകാലം ചിന്തിക്കുന്നത് നന്നായിരിക്കും. പാർട്ടിക്ക് പണം ഉണ്ടാക്കാൻ ഞങ്ങള് പോസ്റ്റിങ്ങിന് വേറൊരാള്. ആരോടാ സംസാരിക്കുന്നറിയാവോ? അറിയാം. പാർട്ടിയിലിരിക്കുന്ന ആരും ഒന്നും സമ്പാദിക്കരുത്. തനിക്ക് മാത്രമേ സമ്പാദിക്കാൻ അറിയൂ എന്ന് പറയുന്ന നേതാവിന്റെ അടുത്ത് തന്നെ. നിർത്തടാ. നീയൊക്കെ എന്താടാ വിചാരിച്ചേ? സത്യമൂർത്തിയുടെ ഭരണം ഞാൻ അങ്ങ് നടത്തുവന്നോ? ഒന്നിനും വെറുതെ വിടില്ല. ഇവിടെ ഞാനാണ് പാർട്ടി. ഞാൻ തീരുമാനിക്കുന്ന പോലെ നടക്കൂ. തലേ കയറിയിരുന്ന് നിരങ്ങാൻ നോക്കിയാ രാവിലെ വോക്കിങ്ങിന് പോയാൽ തിരിച്ചു നീ വരില്ല. വെറുതെ മൂട് കളയാൻ വേണ്ടി ഓരോരുത്തനൊക്കെ ഇറങ്ങിക്കോ. ഇവനെയൊക്കെ പാർട്ടി നാദി കൊടുത്ത് കളയാം. നമസ്കാരം. ഈ കുട്ടി +2 സ്റ്റേറ്റ് ഫസ്റ്റ്. അപ്പനില്ലാതെ വളർന്ന കുട്ടിയാ. കൊണ്ടുവാ. നേതാവേ, മനസ്സിലാവുന്നുണ്ടോ? ആലപ്പുഴ വീട്ടിൽ നമ്മുടെ സത്യമൂർത്തി സാറിന്റെ ക്ലാസ്മേറ്റിന്റെ വീട്ടിൽ കണ്ടായിരുന്നില്ലേ? കമൽ. മുത്തശ്ശനും സാറിനെ കാണാൻ പറഞ്ഞു. ഈ അപേക്ഷ അല്ല, സബ്വേ പണിന്നുകൊണ്ട് വീട് ഇടിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അതല്ലേ പറഞ്ഞത്, അപേക്ഷ കൊടുക്കാൻ. അതെല്ലാം ചെയ്തു, ഒന്നും നടക്കുന്നില്ല. അത് അപേക്ഷ കൊടുത്താൽ മതി. സാറ് അപേക്ഷ കൊടുക്കാനല്ല തന്നോട് പറഞ്ഞേ. സാറിനെ പ്രതീക്ഷിച്ച വന്നത്. എന്തിനാ കയ്യെ പിടിച്ചത്? അല്ല സാറേ, തന്റെ വീടിന് മാത്രമേ പ്രശ്നമുള്ളൂ. അത് നോക്കുന്ന മാത്രമാണ് എന്റെ ജോലി. ഇവിടെ ഓരോ വീട്ടിലും പോയി നിങ്ങൾ കഴിച്ചോ, നിങ്ങൾക്ക് അസുഖമുണ്ടോ, നിങ്ങളുടെ മോളെ കെട്ടിച്ചു വിട്ടോ, ഇതൊക്കെ തിരക്കുന്നതാണ് എന്റെ ജോലി. പോടാ. എന്താ സാറേ ഇത്? വോട്ട് ചോദിച്ച് വീട് അന്വേഷിച്ച് വരുമ്പോ ഞങ്ങൾ എത്ര മര്യാദ തന്നു. ഒരു കാര്യത്തിന് വേണ്ടി സാറിന്റെ അടുത്ത് വന്ന് അപമാനിക്കുന്നല്ലേ? ഞങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെ CM ആയനെ? നീ വോട്ട് ചെയ്തിട്ടാണ് ഞാൻ CM ആയത്. തമാശ കളിക്കുക. എന്താടാ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇനി എന്റെ മുന്നിൽ കണ്ട കൊന്നുകളയും ഞാൻ. ഇറക്കി വിടാവനെ. എന്താ മോനെ ഇത്? ചെറിയ പ്രശ്നമെന്നല്ലേ പറഞ്ഞത്?
സബ്വേ കോൺട്രാക്ടർ വിഷയം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ നേതാവിന്റെ അടുത്ത് പോലും കൊണ്ടുപോകില്ലായിരുന്നു. ആ കോൺട്രാക്ടർ എടുത്തത് ആരാന്നാ നീ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നമ്മുടെ നേതാവ് തന്നെ മോനെ. എന്താ ചേട്ടാ? അതെ മോനെ, കൂടെ പോയില്ല ഒന്ന് കുലുക്കിക്കൊണ്ട് അതിന്റെ പേരിലാണ് എടുത്തിരിക്കുന്നത്. വീട് പോയാ പോട്ടെ, നിന്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. പദവിയും അധികാരവും എല്ലാം ആ മഹാഭാവിയുടെ അടുത്തുണ്ട്. അവനെ എതിർത്ത് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോ മോനെ, പോ. എനിക്കറിയാം മുത്തശ്ശ, ഇത് വെറും വീടല്ല, എൻ്റെ ജീവന. വിട്ടുകൊടുക്കുമോ ഞാൻ? ആരാടാ നിന്റെ ആന്റി? നിന്നെ സാധാരണ ഒരു വേലക്കാരനെ പോലെ ഞാൻ കണ്ട്, സ്വന്തക്കാരനായിട്ട് കണ്ടിട്ടേ ഇല്ല. ഇനി എന്റെ മുന്നിൽ കണ്ട കൊന്നുകളയും ഞാൻ. ഇറക്കി വിടാവനെ. അങ്ങോട്ട് നോക്കടാ, നിക്ക്. ഓട്ടോ ഇവിടെ കൊണ്ടിട്ട് നീ എന്തെടുക്കാടാ? ഞാൻ പറയുന്നത് നീ ആരാടാ? വില പേശി കിട്ടാനുള്ള അടി കുറയ്ക്കാൻ വന്നിരിക്കുക. കമലേത് വേറെ വിഷയം. മിണ്ടാതിരിക്കേ, ഞാൻ നോക്കിക്കോളാം. എടോ, ഞങ്ങൾ വന്ന് അടച്ചോളാം, പൊക്കോ. പോകാൻ പറഞ്ഞില്ലേ, പോ. അല്ല കമലെ, ഡ്യൂ കിട്ടാനുള്ള കാശ് കിട്ടിയായിരുന്നോ? ഇല്ല അയ്യപ്പ, രമണി ചേച്ചിയോട് ഞാൻ വന്ന് സംസാരിക്കാം. അവിടെ സംസാരിക്കാനായിട്ട് ആളില്ലെന്നാ വിചാരിച്ചാ പോയി സംസാരിക്കാൻ. അവരാരാന്നറിയാവോ? അറിയത്തില്ല, പോയി മനസ്സിലാക്കാൻ വാ. പറയുന്നത് കേക്ക്, അവരോടൊന്നും പോയി സംസാരിക്കാൻ. അവർ മോശപ്പെട്ട ആൾക്കാരാ. ഇവിടെ പറയുന്നത് കേക്ക്. ഇവിടെ ആയിരുന്നെങ്കിൽ എന്റെ ഓട്ടോ മാത്രമേ പോകത്തുള്ളായിരുന്നു. അവിടെ ചെന്ന് അവരെന്റെ തല വെട്ടിയെടുക്കും. വെട്ടിയാൽ അങ്ങോട്ട് വെട്ടട്ടെ. $1932 പാരമ്പര്യമുള്ള വീടാണല്ലോ. പാരമ്പര്യമുള്ള വീടൊന്നുമല്ല, സേട്ടുവിന്റെ പഴയ വീടായത്. രമണി ചേച്ചി അവനെ പറ്റിച്ചെടുത്താണ്. സാധാരണ സേട്ടല്ലേ വീട് പൊക്കുന്നേ, ഇതൊരു പെണ്ണാണോ വീട് പൊക്കിയേ? രമണി ചേച്ചി എന്ന് പറഞ്ഞപ്പോ മിടുക്കിയായ ഒരു ആന്റി ലോഹിപ്പ് സാരി ചുറ്റി വാനറ വെറ്റില പാക്കറ്റ് ആളാന്ന് വിചാരിച്ചോ? ഇതൊരു സ്ത്രീ മൈക്ക് ടൈസനാ. പറയുന്ന കേക്ക്, വാ പോകാം. എന്തിനാ നീ പേടിക്കുന്നേ? എത്രയാ ലോൺ തന്നത്? മുതൽ എത്ര, പലിശ എത്ര? ഒപ്പങ്ങാൻ വിട്ടു കൊടുത്തു. എന്റെ പ്രശ്നം തീർക്കാൻ പറ്റിയ ബഹദൂർ ബാദുഷാ. ചന്ദ്രബോസിന് ഫോൺ ചെയ്യടാ. വിളിക്കടാ ഫോൺ. അവൻ എന്ത് ചെയ്തോണ്ടിരിക്കാ? പറയടാ വരാൻ. ഒരുത്തനും വിടില്ല. വരുമല്ലോ അല്ലേ? അടുത്ത 2 മാസത്തിനുള്ളിൽ കൗൺസിലർ ഇലക്ഷൻ വരുമല്ലോ. എല്ലാം ഇങ്ങോട്ട് വരുമല്ലോ, കൈക്കൂലിയും ചോദിച്ചോണ്ട്. അന്നേരം കണ്ടോളാം. വന്ന് കാശ് ചോദിക്കല്ലോ അല്ലേ? അവർക്ക് നിന്നെ വെറുതെ പൈസ കൊടുക്കുന്നേ, നിങ്ങൾക്ക് കൗൺസിലർ ആയ പോലെ. അയ്യോ, എന്താ ഇപ്പൊ കറക്റ്റ്? അയ്യപ്പ, ആരാടാ നീ? ഞാൻ ആരാണെങ്കിൽ എന്താ? ചേച്ചി ആരാണെന്ന് എല്ലാരും അറിയണം. ചേച്ചിയോട് ഓക്കെ പറയാൻ പറ, കൗൺസിലർ ആക്കി തരാൻ ഞാൻ. ഒന്ന് കേറ്റി തന്നോണ്ടല്ലോ. അയ്യേ, എന്തിനാ ഈ കത്തിയൊക്കെ എടുത്തോണ്ട് വരുന്നേ? എന്താ ചേച്ചി വലിയ ആളാവുന്ന ഇഷ്ടമല്ലേ? ഞങ്ങളെല്ലാം പേടിക്കുന്നു. ആര്, ഞാനോ? ഒന്ന് പോ ചേട്ടാ. അങ്ങോട്ട് നോക്ക്, ചേച്ചി ഇവിടെ വിഷമിച്ച് നിൽക്കുക. ഒരുത്തൻ ഐസ് വാട്ടർ കുടിക്കുന്നു. കുടിച്ചോ കുടിച്ചോ. ഇത്രയും നാളും കൊടുത്ത ശാപ്പാടിൽ ശരീരം വളർന്നല്ലോ. കൗൺസിലറാകാൻ നിങ്ങൾ സമ്മതിക്കും തോന്നുന്നില്ല. അങ്ങോട്ടൊന്ന് നോക്കടോ, എത്ര തേജസ്സുള്ള മുഖമാണെന്ന്. രാജകലയാണ്. ഇതെല്ലാം ജനിക്കുമ്പോഴേ വരണം. എന്തിനാ കാറുന്നേ? വന്നവൻ ആരാന്ന് പോലും അറിയില്ല. അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചേച്ചിയാണ് കേട്ടോണ്ടിരിക്കുന്നു. അവൻ പറഞ്ഞത് കേട്ട് രാജകുടുംബത്തിൽ ജനിച്ചതുപോലെയുള്ള റിയാക്ഷൻ. കുറച്ചു നേരം മിണ്ടാതിരി. എന്താ നടക്കുന്നത് നോക്കാലോ. നമസ്കാരം ചേച്ചി. ആരാ നീ? ചേച്ചി കാരാപ്പുഴയാണോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയടാ. ഇന്ന് വെറും തറയാ ഞാൻ, നാളെ രമണി ചേച്ചിയുടെ പി എ ആണ്. നീ ആരാന്നാ ഞാൻ ചോദിച്ചേ? എടാ ഇങ്ങോട്ട് വാ. എടാ ഇങ്ങോട്ട് വാ, നീ പേടിക്കാതെ വാ. ഇവന്റെ വണ്ടിയുടെ പൈസ അടയ്ക്കാൻ വേണ്ടി വന്നാ. നീ പേടിക്കാതെ പറയാനുള്ള കാര്യം പറയും. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ഇതെന്താ കോഴിയെ കൊല്ലുന്ന പോലെ ഈസിക്ക് അങ്ങ് പറയുന്നത്? ഇവന്റെ വർത്താനം നിങ്ങൾ ആരും എടാ നീ ഒന്ന് പേടിക്കാതിരിക്കെ. ചേച്ചി, ഞാൻ പറയാനുള്ള കാര്യം പറയാം. ഇഡലിക്കടയിൽ തുടങ്ങിയ ചേച്ചി ഇത്രയും ദൂരത്തെത്തി. ഇവിടുന്ന് എന്തുകൊണ്ട് ഉയർന്നുകൂടാ? ആരാ ചന്ദ്രൻ? അവനെല്ലാം ആകാമെങ്കിൽ ചേച്ചിക്ക് ആയിക്കൂടെ? ചേച്ചി, നമ്മുടെ നാട്ടിൽ ചേച്ചിക്ക് നല്ല പേരുണ്ട്. പക്ഷെ പേര് മാത്രം പോരാ, പവറും വേണം, അധികാരം വേണം. 4 പേര് നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിക്കണം. ചിലർക്ക് മാത്രമേ ഇതൊക്കെ കിട്ടൂ. ചേച്ചിക്കതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 1 മാസം എത്ര കൈക്കൂലി കൊടുക്കും ചേച്ചി? 1 ലക്ഷം രൂപ വരുമോ? എനിക്ക് 2 ലക്ഷം രൂപ താ.
ഞാൻ കൗൺസിലറാക്കി കാണിച്ചു തരാം. ചേച്ചിയുടെ പൈസ വെറുതെ കളയാൻ വേണ്ടിയാ ചെലവാക്കി തോറ്റുപോയാ കഴുത്തറത്ത് ഞാൻ ചാകാം. ജയിച്ച നിന്നെ കൊല്ലട്ടെ ഞാൻ. എന്നെ വിശ്വസിക്കണം. എനിക്കാവശ്യം നിങ്ങളുടെ പണമല്ല. എന്തോ ചേച്ചിയെ കണ്ടപ്പോ പറയാൻ തോന്നി, പറഞ്ഞു എന്നേ ഉള്ളൂ. എടാ അയ്യപ്പ, വാ പോകാം. നിക്കവിടെ. കടുവാക്കുളത്ത് എവിടെയാ? താഴത്തങ്ങാടി ചേച്ചി. സംസാരം കൊള്ളാം. താങ്ക് യു ചേച്ചി. നമ്മുടെ നാടല്ലേ. എന്തായാലും കാലത്ത് വാ. ആയിക്കോട്ടെ ചേച്ചി. കമലെ കമലെ അവിടെ നിന്നേ. ഓട്ടോ ഡ്യൂവിന്റെ കാര്യം പറയാൻ വന്നിട്ട് ആ പെണ്ണുപിള്ളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിനക്കാണ് ഒരു ലോഡ് പ്രശ്നങ്ങളുള്ളത്. നീ എന്തിനാ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ തലയിടുന്നത്? എടാ അയ്യപ്പ, നീ പറയുന്ന പോലെ എനിക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പരിഹരിക്കാൻ ആളില്ല. അവൻ നമുക്ക് നന്മ ചെയ്യൂ, ഇവൻ നന്മ ചെയ്യുമെന്ന് നമ്മൾ കുറെ പേരെ വിശ്വസിച്ചു. പക്ഷെ എല്ലാവരും അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ മറക്കും. അതുകൊണ്ട് അവര് നമ്മളെ മറക്കാത്ത പോലെ എന്തെങ്കിലും ചെയ്താ? കെട്ടഴിക്കുന്ന ഒരു രസമാണെങ്കിൽ അഴിക്കാൻ പറ്റാത്ത കെട്ടിടുന്നത് അതിനേക്കാളും രസമാ. നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മനസ്സിലായില്ലല്ലേ? നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും.